തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം ദൈവം നൽകുന്ന സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത്രയും സമയം വചനത്തിൽ നിന്ന് ശ്രവിക്കുവാൻ നമുക്കിടയാക്കി തീർത്തു. കടന്നു വന്നിരിക്കുന്ന ആ ശ്രേഷ്ഠ PPC പ്രവർത്തകരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സുവിശേഷം അതിവേഗം അനേകരിലേക്ക് എന്ന ആപ്തവാക്യവുമായി VOC ചാനൽ സുവിശേഷീകരണ ദൗത്യം ഏറ്റെടുത്ത് അതിശ്രദ്ധയോടെ അതിവേഗം മുന്നോട്ട് പോവുകയാണ്. ഈ വലിയ സംരംഭത്തിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ആ കരങ്ങൾക്ക് ദൈവം ശക്തി പകരട്ടെ. ആ പ്രവർത്തനങ്ങളിൽ എനിക്കും ഒരു പങ്കാളികളാകുവാൻ ദൈവം ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ചില വേദഭാഗങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 25 വരെയുള്ള വേദഭാഗങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിച്ചാൽ നന്നായിരിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. മതി. ഈ സംഭവ പശ്ചാത്തലം നമുക്കറിയാവുന്നതാണ്. കർത്താവ് ബെത്സേദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവിടേക്ക് കൊണ്ടുവരികയാണ്. കർത്താവ് അവൻ്റെ മേൽ തുപ്പി, അവൻ്റെ കണ്ണിൽ തുപ്പി, നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുക. നീ വല്ലതും കാണുന്നുണ്ടോ? നേരത്തെ സഹോദരൻ ഓർപ്പിക്കുകയുണ്ടായി, അധ്യക്ഷ പ്രസംഗത്തിൽ സ്വപ്നത്തെക്കുറിച്ചും ദർശനത്തെക്കുറിച്ചും ദൗത്യത്തെക്കുറിച്ചും മിഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കേൾക്കുവാനിടയായി. ഇന്ന് കർത്താവ് നമ്മോട് ചോദിക്കുന്നത് നീ വല്ലതും കാണുന്നുണ്ടോ എന്നുള്ളതാണ്. ചിലതൊക്കെ കാണാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഈ യാത്ര വളരെ പരാജയമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ കാലഘട്ടത്തെ പരിശോധിക്കുമ്പോൾ മൊബൈൽ കാഴ്ചകളുടെ മായാവലയത്തിൽപ്പെട്ട് ബാല്യങ്ങൾ വരെ കൊഴിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ കണ്ണിൽ മുൻപിൽ കാണുന്നത്. കൗമാരത്തിലേക്ക് എത്തുമ്പോഴും അവർ ലഹരിക്ക് അടിമകളായി ജീവിതത്തിൽ പരാജയത്തിലേക്ക് വഴുതി വീഴുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുകയാണ്. വിജയത്തിനു വേണ്ടി വിരഞ്ഞോടിയവരാണവർ. എന്നാൽ അവരുടെ ജീവിതത്തിൽ കാഴ്ചപ്പാടുകളുടെ പന്തികേടുകൾ വാസ്തവത്തിൽ പരാജയത്തിൽ കൊണ്ടെത്തിച്ചു എന്ന് നമുക്ക് ചുറ്റും പരിശോധിക്കുമ്പോൾ, ഒന്ന് കണ്ണോടിക്കുമ്പോൾ കാണുവാൻ കഴിയും. എവിടെയാണ് യാത്രയിൽ നമുക്ക് കാഴ്ചയുടെ ആവശ്യം? നാം പരിശോധിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തോട് ചോദിക്കുമ്പോൾ, നമ്മുടെ വഴിയാത്രകളിലെല്ലാം വീട്ടിലായിരുന്നാലും റോട്ടിലായിരുന്നാലും നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മങ്ങലേൽക്കുമ്പോൾ, അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് കുറവ് സംഭവിക്കുമ്പോൾ, കാഴ്ച നഷ്ടപ്പെടുമ്പോൾ ആ ജീവിതം പരാജയത്തിലാണ് അവസാനിക്കുക എന്ന് നാം തിരിച്ചറിയുന്നത് വളരെ നന്നായിരിക്കും. ശരിയായ കാഴ്ചയില്ലെങ്കിൽ അപകടമുറപ്പാണ് എന്ന് നാം മനസ്സിലാക്കുക. അബ്രഹാമിനോട് കൂടെ കൂടാരങ്ങളിൽ പാർത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ലോത്തിനെ കുറിച്ച് നമുക്കറിയാം. അബ്രഹാം ദൈവം ശില്പിയായി നിർമ്മിച്ച സ്വർഗീയ ഭവനത്തെ ദർശനമുണ്ടായി അതിനെ നോക്കി പാർത്തപ്പോൾ കൂടെ പുറപ്പെട്ട ലോത്ത് യാത്ര ചെയ്തത് നീരോട്ടമുള്ള പ്രദേശം നോക്കിക്കൊണ്ടായിരുന്നു യാത്രകളിലെ അന്തരം നമുക്ക് മനസ്സിലാകാം. എന്താണ് സംഭവിച്ചത് അവിടെ നമുക്ക് കാണുവാൻ കഴിയാണ്. വലിയ പരാജയത്തിലാണ് ലോത്തിന്റെ ജീവിതം അവസാനിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. എന്ത് കാണണം, എങ്ങനെ കാണണം എന്നൊക്കെ ചിന്തിക്കുവാനാണ് ഞാൻ ഇന്ന് രാത്രികാലം കർത്താവിൽ ശരണപ്പെടുന്നത്. എന്താണ് കാണേണ്ടത്?
നാം എങ്ങനെയാണ് കാണേണ്ടത്? ഈ ലോകത്തിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. അനവധി മായ കാഴ്ചകളുടെ ഇടയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കാഴ്ചകൾക്ക് വ്യത്യാസം സംഭവിക്കുവാൻ, നമ്മുടെ കാഴ്ചകൾക്ക് കുറവ് സംഭവിക്കുവാൻ, നമ്മുടെ കാഴ്ചകൾക്ക് മങ്ങലേൽക്കുവാൻ കാരണമാകുന്ന പലതും നമ്മുടെ കണ്ണിന് മുന്നിൽ വന്നെത്തിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ദൈവവചനം നമ്മുടെ കാഴ്ചയെക്കുറിച്ച് എന്ത് പറയുന്നു? എങ്ങനെ കാണണം? എങ്ങനെ നമുക്ക് ഏത് തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണണം? ഇന്ന് സ്വപ്നത്തെക്കുറിച്ച് നാം കേട്ടുവല്ലോ. സ്വപ്നത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ചിലർ സ്വപ്നം കാണുന്നത് ആനയെയും പാമ്പിനെയും കാടിനെയും മലയെയും ഒക്കെയാണ്. എന്നാൽ സ്വർഗീയ ദർശനത്തിന്റെ പദവിയിലേക്ക് നമ്മെ ഉയർത്തിക്കൊണ്ടുപോകാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. എന്ത് കാണുന്നവരായി നാം മാറണം എന്നുള്ളത് നമുക്കൊരു നിമിഷം ചിന്തിക്കുവാനിടയാകട്ടെ. കർത്താവിന്റെ കാഴ്ച നാം വചനത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ ഗുരുവിനെ പോലെ ആകുന്നത് നിങ്ങൾക്ക് മതി. ഗുരുവിനെ പോലെ ആകുന്നത് നിങ്ങൾക്ക് മതി എന്ന് പറഞ്ഞാൽ കർത്താവ് കാണുന്നത് പോലെ കാണുവാൻ നമുക്ക് കഴിഞ്ഞാൽ അത് മതി. കർത്താവ് ചോദിക്കുകയാണ്, നീ വല്ലതും കാണുന്നുണ്ടോ? വല്ലതും കാണുന്നുണ്ടോ? ആ കുരുടനെ ചോദിച്ചു, നീ വല്ലതും കാണുന്നുണ്ടോ? എന്താണ് അവൻ ചെയ്തത്? അവൻ മേലോട്ട് നോക്കി. അവിടെ നമുക്ക് പന്തികേടറിയാം. ചുറ്റുപാടുകളെ വന്ന് നോക്കേണ്ടതിന് പകരം അവൻ മേലോട്ട് നോക്കിയിരിക്കുക. അവന്റെ നോട്ടത്തിന്റെ പിശക് അവിടെ തന്നെ ആരംഭിക്കുകയാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, ഞാൻ മനുഷ്യരെ കാണുന്നു, മനുഷ്യരെ മരങ്ങൾ പോലെ നടക്കുന്നു. എന്ത് വിരോധാഭാസമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്? ഇന്ന് ലോകത്തിലുള്ള മനുഷ്യർക്ക് പറ്റിയ പരാജയത്തിന്റെ ആകത്തുക എന്തെന്ന് ചോദിച്ചാൽ അവന്റെ കാഴ്ചപ്പാടുകളിലെ മനുഷ്യന് സംഭവിച്ചിട്ടുള്ള, മനുഷ്യനെ കാണുന്നിടത്ത് സംഭവിച്ചിട്ടുള്ള പന്തികേടാണെന്ന് പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. മനുഷ്യരെ മനുഷ്യനായി കാണുവാൻ കഴിയാതെ മനുഷ്യരെ മരങ്ങളെ പോലെ കാണുന്ന ഒരു വലിയ സമൂഹത്തിന്റെ മധ്യത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തോടൊന്ന് ചോദിക്കുക, ഞാൻ ഇന്ന് മനുഷ്യരെ എങ്ങനെ കാണുന്നു? നമുക്കറിയാം, ഒരു ബസ് കണ്ടക്ടറോട് ചോദിച്ചാൽ ബസ് കണ്ടക്ടർ പലപ്പോഴും ബസ്സിനകത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. അതാ 5 ഫുൾ ടിക്കറ്റ് ഓടി വരുന്നു. അവൻ കാണുന്നത് എങ്ങനെയാ? അവൻ ആ മനുഷ്യനെ കാണുന്നത് ഫുൾ ടിക്കറ്റ് ആയിട്ടാണ് കാണുന്നത്. ഇലക്ഷൻ സ്ഥാനാർത്ഥികളോടൊന്ന് ചോദിക്കുക, അവർക്ക് പറയുവാൻ കഴിയും, നടവരമ്പിലൂടെ നടക്കുവാൻ വഴിയില്ലാതെ ചളിയിലൂടെ ഒറ്റം കടന്ന് ആ പാടത്തിനപ്പുറത്തുള്ള കുടിലിലേക്കും അവൻ കടന്നു ചെല്ലുന്നു. എന്തിനാ പോകുന്നത്? അവിടെ 5 വോട്ടുണ്ട്. നാം ഒന്ന് ചിന്തിക്കുക, മനുഷ്യരെ മനുഷ്യനായി കാണുന്നതിന് പകരം മനുഷ്യരെ ഫുൾ ടിക്കറ്റും വോട്ടുകളുമായി കാണുന്ന, നമുക്കറിയാം, ഒരു മീൻകാരൻ ഇതിൽ മീൻ വിൽക്കുവാൻ കടന്നു പോവുകയാണെങ്കിൽ നാം അവനെ വിളിക്കുന്നത് എന്താ? ഒരുപക്ഷെ മീനെ എന്ന് നാം വിളിച്ചു പോകും. വിറകുകാരനാണെങ്കിൽ വിറക് വിറക് എന്ന് നാം വിളിച്ചു പോകും. നമ്മുടെ കാഴ്ചപ്പാടുകളുടെ അന്തരം നാം ഒന്ന് തിരിച്ചറിയുന്നത് വളരെ നന്നായിരിക്കും. മനുഷ്യന് നീ വല്ലതും കാണുന്നുണ്ടോ? കർത്താവ് ചോദിക്കുകയാണ്, നീ വല്ലതും കാണുന്നുണ്ടോ? അവന്റെ മറുപടി, ഞാൻ കാണുന്നുണ്ട്. എന്താ കാണുന്നു? ഞാൻ മനുഷ്യരെ കാണുന്നു, പക്ഷേ ആ കാഴ്ച മരങ്ങളെ പോലെയാണ്. ഇത് രാത്രികാലം കർത്താവിന്റെ കാഴ്ചയിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. കർത്താവിന്റെ കാഴ്ച അതെങ്ങനെയായിരുന്നു? എങ്ങനെയാണ് കർത്താവ് കാണുന്നത്? നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ തലപൊക്കി ധനവാന്മാർ ഭണ്ഡാരത്തിൽ വഴിപാടിടുന്നത് കണ്ടു. ദരിദ്രയായ വിധവ 2 കാശിടുന്നത് കണ്ടിട്ട് അവൻ, ഈ ദരിദ്രയായ വിധവ എല്ലാവരേക്കാളും അധികം ഇട്ടിരിക്കുന്നു, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും ഇട്ടിരിക്കുന്നു. ഉപജീവന മുഴുവൻ വഴിപാടിട്ട വിധവ എല്ലാവരേക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് കർത്താവ് പറയുക. കർത്താവിന്റെ കാഴ്ച ഒന്ന് മനസ്സിലാക്കുക. ഒരു 2 വിധവ ദരിദ്രയാണ്, അവിടെ എല്ലാവരേക്കാളും അധികം ഇടുവാൻ ആ ദരിദ്രയ്ക്ക് കഴിഞ്ഞത് എങ്ങനെയെന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ അവൾ 2 കാശാണ് ഇട്ടത്. ഈ 2 കാശ് കൊണ്ട് ഒന്നും സാധിക്കില്ല. കർത്താവ് ഒരിക്കൽ വചനം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, 2 കാശിനെ കുരുകിലിന് വിൽക്കുന്ന ഒരു സംഭവത്തെ കുറിച്ച്. ആ ഭാഗത്തേക്ക് കടന്നു പോകാൻ സമയം അനുവദിക്കുന്നില്ല. കുരുകിലിന്റെ വില പോലും ഇല്ലാത്ത 2 കാശ് ഈ ദരിദ്രയായ വിധവ ഭണ്ഡാരത്തിലിട്ടപ്പോൾ കർത്താവ് പറയുകയാണ്, ഇവൾ എല്ലാവരേക്കാളും അധികം ഇട്ടിരിക്കുന്നു, തൻ്റെ ഉപജീവനം മുഴുവനായിട്ടിരിക്കുന്നു. കർത്താവിൻ്റെ കാഴ്ചപ്പാടൊന്ന് കാണുവാൻ, നമ്മുടെ കയ്യിലുള്ളത് വളരെ തുച്ഛമായ സംഖ്യയായിരിക്കാം, തുച്ഛമായിരിക്കാം, എന്നാൽ അത് കൊടുക്കുന്നതോ എന്തു കൊടുക്കുന്നു എന്നുള്ളതല്ല.
നിന്റെ ഹൃദയം മുഴുവനായി, നിന്നെ തന്നെ മുഴുവനായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ഇന്ന് രാത്രികാലം ഇടയാകുന്നുവെങ്കിൽ തീർച്ചയായും അവൻ നിന്നെ അനുഗ്രഹിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒന്നാമതായി നമ്മുടെ കാഴ്ചകൾ കർത്താവിന്റെ കാഴ്ച പോലെ ആയിരിക്കണം. മൂല്യം കാണുവാൻ നാം തയ്യാറായിരിക്കേണ്ടത് ആവശ്യമാണ്. വസ്തുതകളുടെ മൂല്യത്തെക്കുറിച്ച് കാണുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായി, ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്, നമ്മുടെ കാഴ്ചകൾ നമ്മുടെ ഈ ലോകത്തിന്റെ ക്ഷണികതയും നിത്യതയും തമ്മിൽ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. ഈ ലോകത്തിന്റെ ക്ഷണികതയും നിത്യതയും ഒന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുമോ? ശിഷ്യന്മാർ ഒരിക്കൽ കർത്താവിനോട് ചോദിച്ചു, ഗുരു, ഈ യെരുശലേം ദേവാലയത്തെ കണ്ടുകൊണ്ട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഗുരു, ഇത് എങ്ങനെയുള്ള പണി, ഇതെത്രയോ മനോഹരമായിരിക്കുന്നു എന്ന് കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവിന്റെ മറുപടി തികച്ചും ചിന്തനീയമായിരുന്നു. നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. കർത്താവ് പറയുകയാണ്, ഇത് ഇടിക്കാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം വരുമെന്ന് കർത്താവ് അവിടെ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ ജീവിതത്തിന്റെ ക്ഷണികതയും നിത്യതയും തമ്മിലൊന്ന് തിരിച്ചറിയുവാൻ നമ്മളൊക്കെ വിചാരിക്കുന്നത് ഇത് എന്നേക്കുമുള്ള ഒരു ജീവിതമാണ്, സുദീർഘമായ കാലങ്ങൾ ഇതേപടി സുഖത്തോടെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ എനിക്ക് കഴിയും. ഒരു ധനികനായ മനുഷ്യന്റെ വിളവെല്ലാം വളരെ നന്നായി വിളഞ്ഞു. നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം അതിനെക്കുറിച്ച് കാണുന്നുണ്ട്. ഒരു മനുഷ്യന്റെ നിലം നന്നായി വിളഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അത് നന്നായി വിളഞ്ഞപ്പോൾ ധനികനായ മനുഷ്യനാണ്, അവൻ അതെല്ലാം സ്വരൂപിച്ചു. തൻ്റെ കളപ്പുരകൾ പൊളിച്ച് ഞാൻ അവയെ വലിയവയാക്കും, അതിൽ ഒതുക്കി വരുത്തുവാൻ എനിക്ക് കഴിയാതെ വണ്ണം വളരെ അധികമായിരിക്കുന്നു എന്നവൻ ചിന്തിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഏറിയ ആണ്ടത്തേക്കുള്ള വസ്തുവകൾ ഞാൻ സമ്പാദിച്ചിരിക്കുന്നു. ഇത് മനുഷ്യന്റെ യഥാർത്ഥ ചിത്രം അവിടെ കാണുവാൻ കഴിയുകയാണ്. ഏറിയ ആണ്ടത്തേക്കുള്ള വസ്തുവകൾ സമ്പാദിക്കുന്നതിനുള്ള നെട്ടോട്ടത്തിൽ മനുഷ്യനെ കാണുവാൻ മറന്നുപോയ ഒരു സഹോദര വൃന്ദത്തെ നമുക്ക് കാണുവാൻ കഴിയും. മനുഷ്യരെ കാണുവാൻ മറന്നുപോയവൻ, മനുഷ്യരെ മരങ്ങളെ പോലെ കാണുന്നവൻ, മനുഷ്യരെ കാണുന്നതിന് വേണ്ടി മേലോട്ട് നോക്കുന്നവൻ, നാം ഒന്ന് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. കർത്താവ് അവനോട് പറയുകയാണ്, മൂടാ, ഇന്ന് നീ ഒരുക്കി വെച്ചത്, ഇന്ന് രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? കർത്താവിനെ ധനികനായ മനുഷ്യനെ കുറിച്ച് പറയുവാനുള്ളത്, ഞാൻ മനസ്സിലാക്കുന്നത് അവൻ വാസ്തവത്തിൽ മൂഢനല്ല, അവൻ നല്ല കഴിവുള്ളവനാണ്. തൻ്റെ ഭൂമി നന്നായി വിളയണമെങ്കിൽ അത്യധ്വാനം അതിൻ്റെ പുറകിലുണ്ട്, ബുദ്ധിപൂർവമായ പെരുമാറ്റങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്, ബുദ്ധിപൂർവമായ കാർഷിക രീതികൾ അതിൻ്റെ പുറകിലുണ്ട്. വളരെ ബുദ്ധിയോടുകൂടെ താൻ തൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോയി. എങ്കിലും കർത്താവ് അവനെ വിളിച്ചത്, നീ ഇന്ന് രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? നാം നമ്മുടെ ഹൃദയത്തോടൊത്ത് ചോദിക്കുക. ഇന്ന് രാത്രി പ്രാണനെ ചോദിക്കാവുന്ന നൈമിഷികമായ അവന്റെ ജീവൻ എങ്ങനെയുള്ളത്? കാറ്റ് പോലെ, വായു പോലെ, എന്തൊക്കെ വാക്കുകളാണ് നമുക്ക് അതിന് കാണുവാൻ കഴിയുന്നത്. ഈ നിൽക്കുന്ന ഞാനും ഒരു പക്ഷേ അടുത്ത നിമിഷത്തിൽ എന്താകുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ പറഞ്ഞു പോകുന്നതുമായ ആവിക്ക് സമമല്ലയോ? വാസ്തവത്തിൽ ഇന്ന് നിന്റെ ജീവനെ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് കർത്താവ് ചോദിക്കുകയാണ്. നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഒന്ന് ചിന്തിക്കുക, ഒരു നിമിഷം ചിന്തിക്കുക, നമ്മുടെ ഹൃദയത്തോടൊന്ന് ചോദിക്കുക. ദൈവത്തിന്റെ കാഴ്ചപ്പാടുകൾ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ നിന്ന് വിഭിന്നമാണ്. ദൈവത്തിന്റെ കാഴ്ചപ്പാടുകളിലേക്ക് നമുക്ക് മടങ്ങി വരുവാനിടയാകട്ടെ. നീ വല്ലതും കാണുന്നുണ്ടോ? വല്ലതുമൊക്കെ കാണുവാൻ നമുക്ക് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തിന്റെ കരുതൽ കാണാതെ ഈ ഭൂമുഖത്ത് നാം ആയിരിക്കുമ്പോൾ പലപ്പോഴും നിരാശയിലും നെടുവീർപ്പിലൊക്കെ കഴിഞ്ഞു പോവുകയാണ്. എന്താ കാരണം? ദൈവത്തെ നമ്മെക്കുറിച്ചുള്ള പദ്ധതി, ദൈവത്തിനുള്ള പദ്ധതിയെക്കുറിച്ച് നാം തിരിച്ചറിയുന്നില്ല. ദൈവത്തിന്റെ കരുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. നാം ഇപ്രകാരമാണ് വായിക്കുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. സകല ചിന്താകുലവും ആകുല ചിന്തകളാൽ ആശങ്കിതരായി, ആകുല ചിന്തകളാൽ മനംനൊന്ത് നിരാശരായി ജീവിതത്തിൽ നെടുവീർപ്പുകളോടെ കഴിയുന്ന ഒട്ടനവധി ജീവിതങ്ങളെ നമുക്ക് പരിസരങ്ങളിൽ പരിശോധിക്കുവാൻ കഴിയും.
നമുക്ക് കാണുവാൻ കഴിയും. വളരെ നിരാശ നിറഞ്ഞ ജീവിതവുമായി നാളെ എന്ത് ചെയ്യണം, എന്തിനാ ജീവിക്കുന്നത്, എന്തിനു മുന്നോട്ട് പോകണം എന്നറിയാതെ നിരാശരായി കഴിയുന്ന ദൈവത്തിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു വലിയ കരം നമ്മെ താങ്ങുന്നുണ്ട്. അവൻ നമ്മെ താങ്ങുവാൻ മതിയായവനാണ്. അവൻ്റെ കരുതലുകളെ ഒന്ന് കാണുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ, പത്രോസ് അങ്ങനെയാണ് പറഞ്ഞത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടു. ദൈവത്തിൻ്റെ കരുതൽ കാണണം. 3 കാര്യങ്ങളാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. ഒന്ന്, മൂല്യം കാണുവാൻ നമുക്ക് കഴിവുള്ളവരായിരിക്കണം. കർത്താവ് കാണുന്നത് പോലെ വസ്തുതകളെ അതിൻ്റെ മൂല്യത്തോടുകൂടെ കാണുവാൻ. രണ്ടാമതായി, അതിൻ്റെ ക്ഷണികതയും നിത്യതയും തമ്മിൽ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മൂന്നാമത്, ദൈവത്തിൻ്റെ കരുതൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ, അതിനെ ഒന്ന് കണ്ട് അതിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ നമുക്കിടയാകണം. ശ്രേഷ്ഠമായ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ശ്രേഷ്ഠമായ കാഴ്ചപ്പാട്. എന്താ ശ്രേഷ്ഠമായ കാഴ്ചപ്പാട്? ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 25 മുതൽ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 25 മുതലുള്ള ചില വാക്യങ്ങൾ. മതി. നാം ചിന്തിക്കുക, പരിശുദ്ധാത്മ നിറവുള്ള ശിമോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ, പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാട് ലഭിച്ചിട്ട് ദൈവത്തിൻ്റെ രക്ഷയെ കാത്തിരിക്കുന്നവരായിരുന്ന ആ ആത്മനിയോഗത്താൽ ദൈവാലയത്തിലേക്ക് ചെന്ന ആ ശിമോൻ ഇന്ന് പറയുകയാണ്, കർത്താവായ കുഞ്ഞ് യേശുവിനെ കണ്ട് തൻ്റെ കരങ്ങളിലേന്തിക്കൊണ്ട് കർത്താവിനെ കണ്ടുകൊണ്ട് പറയുകയാണ്, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആ രക്ഷയെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്നതാണ് ശ്രേഷ്ഠമായ കാഴ്ചപ്പാട് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി നൽകി തന്ന രക്ഷയെ ഇന്ന് രാത്രികാലം കണ്ണുകൊണ്ടൊന്ന് കാണുവാൻ കഴിഞ്ഞാൽ നാം ഭാഗ്യവാന്മാരാണ്. കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നിട്ടുള്ള ആ യേശുവിനെ നമ്മുടെ കണ്ണുകൊണ്ടൊന്ന് കാണുവാൻ കഴിയുമോ? നമ്മുടെ നേത്രങ്ങളെ കൊണ്ട്, നമ്മുടെ പുറമേയുള്ള നേത്രങ്ങളെ കൊണ്ട് അതിനെ കാണുവാൻ നമുക്ക് കഴിയുകയില്ല. ഇന്ന് അവൻ നമ്മുടെ ഇടയിലില്ല. ആത്മാ നേത്രങ്ങളൊന്ന് പ്രകാശിച്ചിട്ട് ആ യെരൂശലേം കാൽവരിയിലേക്ക് നമ്മുടെ കണ്ണുകളൊന്ന് ഉയർത്തുമ്പോൾ രക്തത്തിൽ കുഴിച്ചിടക്കുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയും. അവന്റെ കൈകാലുകളിൽ കാരിരുമ്പാണികൾ തറച്ചിട്ടുണ്ട്. അവന്റെ മുഖത്ത് രോമം പിഴുതെടുത്തിട്ടുണ്ട്. അവന്റെ തലയിൽ ഒരു മുൾക്കിരീടം വെച്ച് ആഞ്ഞടിച്ചിരിക്കുകയാണ്. ചരിത്രകാരന്മാർ പറയുന്നത്, മുൾക്കിരീടം ആഞ്ഞടിച്ചപ്പോൾ അവന്റെ കണ്ണിൽ കൂടെ ആ മുള്ളിന്റെ ഒരു കൊമ്പ് പുറത്തു വന്ന് കണ്ണിന്റെ കൃഷ്ണമണിയെല്ലാം പുറത്തേക്ക് ചാടി എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം ഒന്ന് ചിന്തിക്കുക, ഇവനെല്ലാം ഈ പങ്കപ്പാടുകൾ മുഴുവനായി സഹിച്ചത്, ഈ വേദന മുഴുവനായി സഹിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഈ വേദന സഹിച്ചത്. നമ്മെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയായിരുന്നു വേദന സഹിച്ചത്. നമ്മെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടിയായിരുന്നു അവൻ ഈ വേദന സഹിച്ചത്. യേശുവിനെ ഇന്ന് രാത്രികാലം നമുക്കൊന്ന് കാണുവാൻ കഴിയുമോ? യേശുവിനെ ഒന്ന് കാണുവാൻ കഴിയുമോ? അവന്റെ കൈകാലുകളിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നുണ്ട്. കാരിരുമ്പാണികളിൽ തറയ്ക്കപ്പെട്ട യേശുവിനെ നമുക്ക് കാണുവാൻ കഴിഞ്ഞാൽ ഈ ലോകത്തിലെ മറ്റു കാഴ്ചകളൊന്നും നമ്മെ ഭ്രമിപ്പിക്കുന്നതല്ല. എന്നാൽ നമുക്ക് വേണ്ടി മരിച്ച യേശുവിനെ ഒന്ന് കാണുവാൻ കഴിഞ്ഞാൽ ജീവിതത്തിന്റെ വിജയം അവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ വിജയം അവിടെ ആരംഭിക്കുകയാണ്. ആ യേശുവിനെ ഒന്ന് കാണുവാൻ ഇന്ന് രാത്രികാലം കഴിയുമോ? അവന്റെ അവസാന തുള്ളി രക്തം വരെ
നമ്മൾ വായിക്കുന്നത് ഒരു തുള്ളി രക്തം പോലും തനിക്ക് വേണ്ടി ശേഷിപ്പിക്കാതെ, ഒരു തുള്ളി രക്തം പോലും തനിക്ക് വേണ്ടി മാറ്റിവെക്കാതെ അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന യേശുവിനെ ഇന്ന് രാത്രികാലം നമുക്ക് കാണുവാനിടയാകേണ്ടത് ആവശ്യമാണ്. അവൻ നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചിച്ച്, നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നു കൊള്ളട്ടെ, എത്ര വലിയ കൊടുമ്പാപിയായിരുന്നാലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനിയൊരു ശുദ്ധീകരണമില്ല, ഒരു മാനസാന്തരമില്ലെന്ന് ചിന്തിക്കുന്നത് പോലെ കടും ചുവപ്പായിരുന്ന നിങ്ങളുടെ പാപങ്ങൾ എത്ര തന്നെ കഠിനമായിരുന്നാലും അവയെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും. അവയെ ഇല്ലായ്മ ചെയ്യുവാൻ എൻ്റെ കർത്താവിന് കഴിയും. അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് നാം വായിക്കുകയാണ്. അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ യേശുവിനെ പകൽക്കാലം നമ്മുടെ കണ്ണുകളാൽ, ആത്മീയ കണ്ണുകളാൽ ഒന്ന് കണ്ടെത്തുവാൻ, ആ കാഴ്ചയിലേക്ക് അത് മടങ്ങി വരുവാൻ നമുക്കിടയാകുമോ? അങ്ങനെയെങ്കിൽ പൂർണ്ണ സമാധാനം അവൻ നിങ്ങൾക്ക് നൽകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എത്ര കണ്ട് സമാധാനമില്ലാതെ നാം ജീവിതത്തിൽ അലയുന്നവരാകാം, എത്ര കണ്ട് പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുന്നവരാകാം. എന്നെ കേൾക്കുന്ന അനേകർ ആത്മഹത്യയുടെ വക്കിൽ പോലും ആയിരിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. എന്നാൽ ഇന്ന് രാത്രികാലം ആ കർത്താവിനെ ഒന്ന് കണ്ടാൽ, ആ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകുന്നവനാണ്. ആ യേശുവിനെ ഒന്ന് കാണുവാൻ കഴിയുമോ? ആ യേശുവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുവാൻ കഴിയുമോ? അവൻ ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായിരുന്നു. എന്നാൽ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ട് ആ കാൽവറിയുടെ കുലക്കളത്തിൽ കടന്നുകൊണ്ട് പാതാള വേദന അനുഭവിക്കുന്നത്, നാം പാതാളത്തിൽ അനുഭവിക്കേണ്ടുന്ന ശിക്ഷയുടെ ആ തൂക്കമാണ് അവൻ അവിടെ ഏറ്റെടുത്തത്. ആ യേശുവിനെ ഇന്ന് രാത്രികാലം ഒന്ന് കാണുവാൻ, ആ യേശുവിനോട് നമ്മുടെ ഹൃദയത്തിലുള്ള അവസ്ഥ തുറന്നു പറയുവാൻ, അവന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ എല്ലാവർക്കും കണ്ണുകളടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ആ യേശുവിനെ ഒന്ന് കണ്ടുകൊണ്ട്, ആ യേശുവിനെ പാദപീഠത്തിലേക്ക് നാം കടന്നു ചെന്നുകൊണ്ട്, ആ യേശുവിനെ നമ്മുടെ ഉള്ളമൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ, നാഥാ നിന്നെ പൂർണ്ണമായി നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയിൽ സമ്പന്നനായ ഞങ്ങളുടെ വാത്സല്യ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നത് ഞങ്ങൾ ഓർക്കുകയാണ്. ഇന്ന് രാത്രികാലം ഈ ശബ്ദപരിധിയിൽ, ഈ മീഡിയയിൽ കൂടെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, അവർ നിരാശയിലായിരിക്കാം, പ്രത്യേകമായി മാനസാന്തരത്തിന് വഴിയില്ലാതെ പാപത്തിന്റെ കഠിനമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. എന്നാൽ കർത്താവിന്റെ സ്നേഹ ശബ്ദം കേൾപ്പാൻ കർത്താവ് നിങ്ങളെക്കുറിച്ച് മാടി വിളിക്കുകയാണ്. അവൻ്റെ സന്നിധിയിലേക്കൊന്ന് കടന്നു വരുവാൻ, അവൻ്റെ പാദപീഠത്തിലേക്കൊന്ന് കടന്നു വരുവാൻ, അവനിലേക്കൊന്ന് ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിന്റെ സകല പ്രശ്നങ്ങൾക്കും ഇപ്പോൾ പരിഹാരമുണ്ടാകുകയാണ്. ഈ നിമിഷം അത് പരിഹരിക്കപ്പെടുകയാണ്. നിന്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ തന്നെ പരിഹരിക്കുവാൻ പോകുകയാണ്. ആ യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ മനസ്സുണ്ടോ? അവൻ നിന്നെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. നീ വല്ലതും കാണുന്നുണ്ടോ? നീ വല്ലതും കാണുന്നുണ്ടോ? കർത്താവ് സ്നേഹത്തോടെ ഒരു കുരുടനെ നോക്കി, അവൻ സ്വർഗീയ ദൈവിക സ്പർശനമൊക്കെ ലഭിച്ചവനാണ്. പക്ഷെ കാഴ്ച ഇപ്പോഴും ശരിയായിട്ടില്ലെങ്കിൽ വീണ്ടും നിന്നെ തൊടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്, നിനക്ക് സകലവും സ്പഷ്ടമായി കാണുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ഒന്ന് തൊടുവാൻ, അവനിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയുമോ? അവൻ്റെ പാദപീഠത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.